മഞ്ഞൾ എല്ലാറ്റിനും നല്ലതാണ്. മഞ്ഞൾ പിന്നെ എന്തെങ്കിലും വിഷപ്രാണികൾ കടിച്ചാൽ മഞ്ഞൾ ഉരച്ചിട്ടാൽ ഇതേമാതിരി നമുക്ക് ഓണത്തിന് ഞങ്ങൾ മാധവർ വെച്ചിട്ട് അത് പൂജിക്കാൻ ഈ അട ഉണ്ടാക്കിയിട്ടാണ് പൂജിക്കുക. അതിന് പൂവടാന്നാണ് പറയാ. ഇത് പാലക്കാട് സ്പെഷ്യലാണ് കേട്ടോ. എല്ലാവരുടെയും ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. ഇത് പാലക്കാട് സ്പെഷ്യലാണ്. ഫ്രണ്ട്സ്, ഇത് കുറച്ച് നേന്ത്രപ്പഴം കേട്ടോ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത്. അപ്പോൾ നമുക്ക് കുറച്ച് നേന്ത്രപ്പഴമൊക്കെ വാങ്ങിയിട്ട് നല്ല അടിപൊളി ഇലയട ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞിട്ടാണ്. നമ്മുടെ തൊടിയിലുള്ള കുറച്ച് ഇലകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇലയട ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ബെല്ലൈക്കൻ കൂടെ പ്രസ് കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇലയട ഉണ്ടാക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം നമുക്ക് ഇല പറിക്കണം. അപ്പം നമുക്ക് മഞ്ഞളുടെ ഇലയുണ്ട് നമ്മുടെ തൊടിയിൽ, അത് ആദ്യം പറിക്കാം. ഇതാണ് ഇല. അപ്പോൾ നമുക്കിത് ഇതാണ് മഞ്ഞളുടെ ഇല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു മഞ്ഞളുടെ ഇല പറിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 2 നമുക്ക് പറിക്കാം. 2 ഇല പറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലയും കൂടെ പറിക്കാം. അപ്പോൾ നമുക്ക് ഇല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നമുക്ക് അടുക്കളയ്ക്ക് വേണ്ടി ബാക്കി സാധനങ്ങൾ റെഡിയാക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വാഴയില റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് സ്റ്റൗ ഓണാക്കാം. അതിന് ശേഷം ഈ ഉള്ളിൽ ഈ ഭാഗം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് നമ്മുടെ മഞ്ഞളുടെ ഇല ഇതുപോലെ നന്നായി വാട്ടിയെടുക്കാം. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ നേന്ത്രപ്പഴം എടുക്കാം. അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. അപ്പോൾ നമുക്കിത് നേന്ത്രപ്പഴം ചെറുതായിട്ട് തൊലി കളഞ്ഞ് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം. അങ്ങനെ നമ്മൾ നമ്മുടെ നേന്ത്രപ്പഴം അടിപൊളിയായി മുറിച്ചെടുത്തിരിക്കുകയാണ്. നല്ല ചെറുതാക്കി മുറിക്കുക നിങ്ങൾ. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് ബൗളിലോട്ട് നമുക്ക് നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ മാറ്റി വയ്ക്കാം. നേന്ത്രപ്പഴം ഫുള്ളായി മാറ്റിയിട്ടുണ്ട് ഗൈസ്. അതിന് ശേഷം നമ്മൾ കുറച്ച് വെല്ലം എടുത്തിരിക്കുന്നത്, ശർക്കര എന്നൊക്കെ പറയില്ല, അതാണ്. അപ്പോൾ 1 കപ്പ് ശർക്കര നമ്മൾ എടുത്തിരിക്കുന്നത്. ശർക്കര നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഇവിടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് കാർഡമം, ഏലക്ക പൊടിച്ചാണ്, അതുകൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിക്കാം. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ മാവ് റെഡിയാക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ ഇത് കുറച്ച് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അരിപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം 1 കപ്പ് അരിപ്പൊടി ഞങ്ങൾ ഇടുന്നു കേട്ടോ. അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ള് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്ര ഉപ്പ് മതി. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് നന്നായി കുഴച്ചെടുക്കുക. നമ്മൾ ഈ ചപ്പാത്തി മാവൊക്കെ കുഴക്കില്ലേ, ആ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. മാവ് ഏകദേശം ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഇത് നല്ലോണം ഒട്ടാതിരിക്കാൻ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് എടുത്തിട്ട് നമുക്ക് ചുറ്റും ഇതുപോലെ തേച്ച് കൊടുക്കാം. അപ്പോൾ നല്ല നെയ്യിൻ്റെ മണമൊക്കെ വരും. അപ്പോൾ ഏകദേശം നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഇനി നമ്മൾക്ക് തൽക്കാലം ഇതൊന്ന് മാറ്റിയിട്ട് നമ്മുടെ മഞ്ഞളുടെ ഇലയുണ്ടല്ലോ, നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് അതെടുക്കാം. അതിലോട്ട് കുറച്ച് ഇതുപോലെ നെയ്യ് ഇങ്ങനെ തേച്ച് കൊടുക്കാം. നെയ്യ് തേച്ച് കഴിഞ്ഞാൽ ഒട്ടില്ല, അത് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ എടുത്താൽ കിട്ടും. അതിനാണ് നമ്മൾ നെയ്യ് തേച്ച് കൊടുക്കുന്നത്. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നെയ്യ് തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ മാവ് നമുക്ക് ഏകദേശം ഇതുപോലെ ഒരു റൗണ്ട് എടുക്കുക. മാവ് ഇത്രയ്ക്ക് വേണ്ട തോന്നുന്നു, ഏകദേശം ഇത്ര മതി. നമുക്കിത് വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കൈ വെച്ചിട്ട്. ഇപ്പം നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ കുഴച്ച് അല്ലെങ്കിൽ മിക്സ് ചെയ്ത് വെച്ച ഈ സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എല്ലാവിടേക്കും ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് പതുക്കെ ഇങ്ങനെ അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക്
നമ്മുടെ വാഴയിലും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പം അതിന് വാഴയിലും കൂടെ നമ്മൾ കുറച്ച് ഇതുപോലെ നെയ്യ് തേച്ച് കൊടുക്കുക കേട്ടോ. നെയ്യ് തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നമ്മൾ കുഴച്ച മാവ് ഒന്ന് എടുക്കാം. അപ്പം മാവ് ഏകദേശം ഇത്ര എടുക്കാം നമുക്ക്. അതിങ്ങനെ വയ്ക്കാം. അങ്ങനെ നമ്മുടെ വാഴയിലുള്ള അടയും റെഡി ആയിരിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതുപോലെ ഇങ്ങനെ അടച്ചു വെക്കാം. ചെറുതായി ഒന്ന് പ്രസ് ചെയ്തോ സൈഡൊക്കെ. അതിന് ശേഷം നമുക്കിത് നേരെ ഒരു സ്റ്റൗവിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇഡ്ഡലിത്തട്ട് വേണം. ഇഡ്ഡലിത്തട്ട് വെച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇതിനുള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ മഞ്ഞളട ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കിയ മഞ്ഞളട, അതുകൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. രണ്ടും ഇങ്ങനെ ഇരുന്നുണ്ട്. ഇനി നല്ലോണം ഇത് ഇരുന്ന് വേവണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 15 മിനിറ്റിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ ഗൈസ്, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ മഞ്ഞളുടെ ഒക്കെ മണം നല്ല ഉഷാറായി വരുന്നുണ്ട്. പിന്നെ നമുക്കിത് എന്തായാലും നമ്മുടെ പ്ലേറ്റിലോട്ടൊന്ന് എടുത്ത് മാറ്റാം. നമ്മളിപ്പോൾ ഒരു മഞ്ഞളട എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഇലയടയാണ്. ഇലയടയല്ല, സോറി, നമ്മുടെ വാഴയില അടയാണ്. അതുകൂടെ ഒന്ന് എടുക്കണം. ഇപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് നമുക്ക് എടുക്കാൻ കുറച്ച് കഷ്ടം. എടുക്കാം എങ്ങനെയെങ്കിലും ഗൈസ്. അപ്പോൾ നമ്മുടെ അടയൊക്കെ നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ ടേസ്റ്റ് ചെയ്യുന്ന പോലെയല്ല, എന്നൊരു വെറൈറ്റി ടേസ്റ്റിംഗ് ആണ്. നമ്മൾ കുറച്ച് ജഡ്ജസിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അത് ടേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ മുത്തശ്ശിമാരെ കൊണ്ടാണ്. അപ്പോൾ ഇതാണ് അച്ഛമ്മ, ഇതാണ് അമ്മമ്മ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവരെ കൊണ്ടാണ് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയോളൂ. ഇതാണ് മഞ്ഞളട. അപ്പോൾ ആദ്യം മഞ്ഞളട ടേസ്റ്റ് ചെയ്തോളൂ. ഇത് എങ്ങനെയുണ്ടെന്ന് പറയൂ. ഇത് മഞ്ഞൾ ഇലയില ഉണ്ടാക്കിയ അടയാണ്. ഇത് ആദ്യം മാവിനെ പരത്തി ഇലയിൽ പരത്തി പറയണ്ട. അച്ഛമ്മ ഇതിപ്പോ കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ പറയും. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? ശരി. പിന്നെ ഇത് നമ്മുടെ വാഴ ഇലയിൽ ഉണ്ടാക്കിയ അടയാണ്. അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തു. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതെങ്ങനെയുണ്ട് പറയും. നിങ്ങളുടെ പണ്ടത്തെ ടേസ്റ്റ് കിട്ടുന്നുണ്ടോ അതോ എങ്ങനെയാണ്? എന്തെങ്കിലും കുറവുണ്ടോ? എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറയൂ. ചൂടുണ്ടോ? നാളികേരം ഇട്ടുണ്ട്, ഇത് ഉള്ളിലുണ്ട്. അപ്പോ എന്താണ് ഇത് വാഴയിലുണ്ടാക്കിയ അടയാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മള് നേന്ത്രപ്പഴവും പഞ്ചസാര ഇട്ടിട്ട് മാവിന്റെ നടുക്കിൽ വെച്ച് അങ്ങനെ മടക്കി ആവി വെച്ചെടുക്കുകയാണ്. ഇതേമാതിരി നമുക്ക് ഓണത്തിന് ഞങ്ങൾ മാധവർ വെച്ചിട്ട് അത് പൂജിക്കാന് ഈ അട ഉണ്ടാക്കിയിട്ടാണ് പൂജിക്കുക. വെള്ളം ഉണ്ടാക്കി താളിയേരം കളറിട്ട് പഴം. തിരുവോണത്തെ ദിവസം പുലർച്ചയ്ക്ക് ഈ അട വെച്ചിട്ടാണ് മാവേലിക്ക് നേരിക്കുക. പൂവടാന്ന് പറയും. അതിന് പൂവടാന്നാണ് പറയുക. ഇതിനപ്പോ പൂവടാന്നാണ് പറയുക അല്ലേ? വെല്ലൂടില്ല അതില് നാളികേരം പഞ്ചസാര ഇട്ടിട്ട് നമുക്കിത് ഉണ്ടാക്കാം ഗൈസ്. അതിന് പൂവടാന്നാണ് പറയാ. നമ്മളിപ്പോ പഞ്ചസാര ഇട്ടിട്ടില്ല, അതിലിടില്ല. നമ്മൾ പൂജിക്കണില്ല. പഴവും നാളികേരവും അരി. അതിന് പൂവടാന്നാണ് പറയാ. ഇത് പാലക്കാട് സ്പെഷ്യൽ ആണ് കേട്ടോ. എല്ലാവരുടെയും ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. ഇത് പാലക്കാട് സ്പെഷ്യൽ ആണ്. അപ്പൊ എന്തായാലും ഇഷ്ടമായോ? നന്നായിട്ടുണ്ടോ? ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഗൈസ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഉറപ്പാണ്. നമ്മുടെ അമ്മമാരാണ് പറയുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും നമ്മുടെ ഈ അട. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കിട്ടില്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ടാറ്റാ.